അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പഞ്ചാബിലെത്തിയതിന് ശേഷം ഉള്ള ആദ്യത്തെ ഞായറാഴ്ച എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു വീഡിയോ ആണ്. ഏതാണ്ട് അങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ എന്തോ ഇങ്ങനെ വാചകം അടിക്കുന്നുണ്ട്, പക്ഷേ വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. കാരണം നല്ല മഴയായിരുന്നു ആ ദിവസം. അപ്പോൾ പുറത്ത് ഞാൻ ബാൽക്കണി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മഴ കാരണം ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല എന്നെനിക്കറിയാം. കാരണം പുറത്ത് എപ്പോഴും വണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളിനിപ്പോൾ അകത്ത് ഇരുന്ന് വീഡിയോ എടുത്താലും വണ്ടിയുടെ ശബ്ദം, അങ്ങനെ അല്ലറ ചില്ലറ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം. കാരണം ഇവിടെ അങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തോ നിങ്ങളടുത്ത് വാചകം അടിക്കുന്നുണ്ട്. ഞാൻ 10 മണിക്കാണ് എഴുന്നേറ്റത്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. കാരണം ശനിയാഴ്ചയൊക്കെ ഇവിടെ ക്ലാസ് ഉണ്ട്. നമുക്ക് 9 മണി തൊട്ട് 5 മണി വരെയാണ് ക്ലാസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 7 മണിയാവും. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്ക് റൂംമേറ്റ്സ് മുന്നേ എഴുന്നേറ്റ് റവദോശ പോലെ എന്ന് പറയപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് പരത്തി. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ തലേ ദിവസമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും കറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പം മഷ്റൂം ഉണ്ടായിരുന്നു. ഞാൻ മഷ്റൂം കഴുകി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് എന്നിട്ട് ദോശ പരത്തി. ആദ്യത്തെ ദോശ പരത്തുമ്പോൾ ഓഫ് കോഴ്സ് മറ്റേ അവിയൽ പരുവമായി. രണ്ടാമത്തെ ദോശ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് കറിയൊന്നും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ റൂംമേറ്റും കൂടി തൊട്ടപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി നെയ്ച്ചോറിന് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അതിന് വേണ്ടി ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഉടുപ്പ് മാറിയതേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല, പുറത്തിറങ്ങുമ്പോൾ സമയമില്ല, അതാണ്. ദിസ് ഗേൾ സിംപ്ലി ടോക്കിംഗ് അൺനെസസറി തിങ്സ് ടു ദിസ്. ചലോ ചലോ. എനിക്ക് പേടിയാണ്. എന്ത് വെക്ക് നിന്നെ ഇവളല്ലേ വിളിച്ച വരുന്ന? എനിക്ക് പേടിയാവുന്നു. മഴ കാരണം കേറി, പക്ഷെ ഇടക്കുള്ളടി പാവന്ന് നീ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തടവാൻ എനിക്ക് പേടിയാ. അത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് നിനക്ക് നീ നോക്കിയോ പട്ടിയായിട്ട് പോയിട്ട് വാ. നീ ഞങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് വരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും. മുകളിൽ ജിമ്മുണ്ട്, പിന്നെ താഴെ വെജിറ്റബിൾ ഷോപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. സവാട ഗിരിഗിരി, സ്പൈസ് ഗിരിഗിരി, അച്ചാർ. എവിടെ ഇവിടെ കോംബോ ആയിട്ട് കിട്ടോ നോക്കാം. വെജിറ്റേറിയൻ ഇടി പെറ്റിന്റെ ഷാമ്പു, പെറ്റ് ഷാമ്പു. ചുമ്മാ പട്ടിക്കുട്ടനെ കൊടുക്കായിരുന്നു, തന്നെ കുളിക്കുകയല്ലോ. ഇങ്ങോട്ട് വന്നേ. എടി ആട്ട മേടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? खड़ा मसाला. We say it's garam masala. गरम मसाला. ये तो अलग है. गरम मसाला മറ്റേ ജീര ബഹുത്ത്. നെയ്ച്ചോറ്, ഫിഷ് കറി മസാല. ഫിഷ് എവിടെ? ഫിഷ് ദാറ്റ് ഈസ് ഫോട്ടോ. फिश, ओरिजिनल फिश. हाँ कहाँ है? ओरिजिनल फ्रीज, ओरिजिनल फिश. वेयर? मसाला नहीं, यो भैया ओरिजिनल फिश. ओरिजिनल ഉണ്ടോ ഇവിടെ? അത് കട്ട്ലറ്റ്. ഇതെല്ലാം ഫ്രോസനാ. കിട്ടിയാ? അല്ല നോക്കട്ടെ. സലാമി. ചില്ലി ഗാർലിക് ടൊമാറ്റോ സോസ് വെച്ചല്ലേ. നിനക്ക് ഈ ഓരോ ഈ അനുകൂലത്ത്. ഹലോ ബ്ലോഗറാ. അതുപോലെ മണമുള്ള
ആ ഗോ വിത്ത് ദാറ്റ് ബോയ്. ആ ഓട്. ചലോ ചലോ അടങ്ങിക്ക. പനീർ കിത്തനാ? എന്താ നിന്നെയൊക്കെ ഷൂട്ട് ചെയ്ത് വയറിലാക്കി ഉണ്ടായിരുന്നില്ല. നീ ചായ അടിച്ചാൽ എന്നെ അടിക്കണ്ട. അപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നെയ്ച്ചോറിന് ക്യാരറ്റ് മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഷോപ്പിൽ വന്ന് कैरेट कितना? ഹൗ മച്ച്? 80 per kg. എടി 1 കിലോയ്ക്ക് 80 രൂപ. അല്ല ഇല്ലേ, എന്തുവാ ഇത്? പേടിയാവുന്നു. രണ്ടെണ്ണം വല്ല മേടിച്ച പോരെ? ആ ഒരെണ്ണം മേടിച്ചാ മതിയാ? അതോ ഇതൊരെണ്ണം മേടിക്കാം? ഇതൊരെണ്ണം മേടിക്കാം. ഭയ്യ ഏക് കിത്തന? 12 15. ഈ വെജിറ്റബിൾ ഷോപ്പ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ തന്നെയാണ്. അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയയുടെ മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റിൽ നിന്ന് 4-മത്തെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. അപ്പോൾ കണ്ട ഇങ്ങനത്തെ കുറേ അപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ചുള്ളതാണ്. അതിനകത്തൊരു അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ നെയ്ച്ചോറൊക്കെ 10 മിനിറ്റ് എങ്ങനെയൊക്കെയൊക്കെയോ ഉണ്ടാക്കി കേട്ടോ, എനിക്കറിയാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കി. പിന്നെ മഷ്റൂം കറിയും ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ തൈരും അച്ചാറും ഈ കുട്ടിയാണ് കഴിച്ചത്. ഇതെല്ലാം കൂടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അരി വേറെയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി ആയപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. പാഴ്സൽ എന്തോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ ഫോർമൽസ് ആണ് ഇടുന്നത്. അപ്പം ഫോർമൽസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി പോയി കഴിച്ച് അപ്പം കിടന്നുറങ്ങിയതാണ്. പിന്നെ എഴുന്നേൽക്കുന്നത് ഒരു 7-7:30 മണിക്കാണ്. ഇവിടെ 7-7:30 മണി ആയാലും സൂര്യൻ അസ്തമിക്കത്തില്ല കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഞാൻ കിളി പറന്നിരിക്കുകയാണ്. പിന്നെ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ നമ്മളെ സൂര്യൻ ഉദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേണ്ട 7-7:30 മണി ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെയാണ് പുറത്ത് ഇത്ര വെട്ടം കാണും. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ കുഴപ്പമില്ല, രാവിലെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ എഴുന്നേക്കും. വെട്ടം വീഴുമ്പം നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും. രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഒക്കെ ഉച്ചയ്ക്ക് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറും കറിയും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നെയ്ച്ചോറ് ദഹിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മാഗി കഴിച്ച്, ഈ ഒരു സ്പൈസി ചീസി മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കി ഇങ്ങനെ വെള്ളം പോലെ കഴിച്ച്, പിന്നെ അതിൻ്റെ കൂടെ ചൂടുവെള്ളം കുടിച്ച്. അപ്പം എനിക്കിത് പിന്നെ കഴിക്കണ്ടായിരുന്നെന്ന് തോന്നി. കാരണം എനിക്ക് അത്രയ്ക്കും വിശപ്പില്ലായിരുന്നു. നെയ്ച്ചോറ് ഇത്തിരി ഹെവി ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വെറുതെ ബോറടിച്ച്. അപ്പോൾ ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും കൂടി പുറത്തിറങ്ങി ജസ്റ്റ് കറങ്ങാൻ പോകാൻ. പിന്നെ അവൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ലസ്സിയോ എന്തോ മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുപ്പിയിൽ കിട്ടത്തില്ലേ, അത് മേടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പം ഭയങ്കര തിരക്കുമായിരുന്നു. പക്ഷെ നല്ല ആംബിയൻസ് ആട്ടോ. ഇതൊക്കെ നമ്മളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് നടന്നാൽ മതി. പിന്നെ നമ്മൾ വേണ്ടി ഈ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു ദോശയും സാമ്പാറും ആണ് മേടിച്ചത്. കുറച്ച് വിലയാണ്. ഈ സൗത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ ഇവിടെ കുറച്ച് വിലയാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവളവിടെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന്, രാവിലെ പോയ സൂപ്പർ മാർക്കറ്റാണ് അതന്നെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനൊരു ബദാം മിൽക്കും പിന്നെ നോട്ട്ബുക്ക് മേടിക്കണമായിരുന്നു കോളേജിൽ കൊണ്ടുപോകാൻ. അങ്ങനെ നോട്ട്ബുക്ക് മേടിച്ചിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അവൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ദോശ. ഗീ റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അഹങ്കാരത്തിന് അവൾ പറഞ്ഞ് നെയ്യോ ഓയിലോ ഒന്നും ഒഴിക്കാത്ത ഒരെണ്ണം വേണമെന്ന്. അങ്ങനെ അത് കഴിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ്, കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബദാം മിൽക്കായിരുന്നു തോന്നുന്നല്ലേ, ബദാം മിൽക്ക് മേടിച്ചു. അപ്പോൾ ഇത് മേടിച്ചപ്പോഴും അവൾ പറഞ്ഞു, കൊള്ളത്തില്ല, നീ എന്തിനാണ് മേടിച്ചതെന്ന്. ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബദാം മിൽക്കിന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനത് ഏതാണ്ടൊക്കെ കുടിച്ച്
തീരെ കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ബട്ടർ സ്കോച്ച് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ബദാം മിൽക്കിലോട്ട് ഞാൻ എൻ്റെ കൈ അങ്ങ് വെച്ച്. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് അവൾ എനിക്ക് ദോശ കുറച്ച് പിച്ച് തരുന്നുണ്ടായിരുന്നു. ആ ഒരു ദോശയേ ഉള്ളൂ, പാവം 60 രൂപയ്ക്ക് ഒരു ദോശ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാം കൂടി ഞാൻ തിന്നണ്ടെന്ന് വെച്ചിട്ട് അവളെനിക്ക് സ്നേഹം കാരണം കുറച്ച് വാരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കണ്ടായിരുന്നു. കാരണം നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കളഞ്ഞ്, അത് മറ്റേ മാഗിയും കഴിച്ചതും കുടിച്ച് അത് കളഞ്ഞു. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്, പിള്ളേരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു ഷോപ്പെന്ന് പറയുന്നത് 24 hours ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. 24/7 ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇത് ഞാൻ കണ്ടായിരുന്നു ആക്ച്വലി. എത്ര രൂപയാ എനിക്കറിയില്ല, 15 ഉള്ളൂ. പക്ഷെ എനിക്ക് എല്ലാം കൂടെ കഴിക്കാൻ ബദാം കഴിച്ചതോടെ വേണ്ട 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 വേണ്ട. ഓ, ലണ്ടൻ ഡയറിയുടെ ഐസ്ക്രീം, ചോലെ മസാല. പ്രൊഹിബിറ്റഡ് ഏരിയ. ഇതിന്റെ താഴെ മറ്റേ ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഫ്രൂട്ട് ബിയർ അല്ല, എന്താ കട്ടൻ ചായ കുപ്പിക്കകത്താക്കിയതാ. ആൽക്കലൈനാണെന്ന് എഴുതിയിട്ടുണ്ട്. ഓ, അതിന് ഇംഗ്ലീഷ് വന്നിട്ടുണ്ടല്ലേ. കണ്ടെയ്ൻ എസെൻഷ്യൽ മിനറൽസ്, എക്സ്ട്രാ മിനറൽസ്, കാലറീസ് മോർ ദാൻ വാട്ടർ. ആക്ച്വലി നമ്മള് എനർജി ഡ്രിങ്ക് സമ്മറിൽ മിനറൽ വാട്ടർ കുടിക്കേണ്ട, മറ്റേത് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവും. ഇതിപ്പോ ഞാൻ 100 രൂപയ്ക്ക് കുപ്പി. സൈക്കിളോ? അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി. പിന്നെ നമ്മൾ അന്ന് ഇന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് കുറച്ച് മലയാളി പിള്ളേരെ കണ്ടില്ലേ, അവർ അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ അപ്പാർട്ട്മെൻറ്റ്. അപ്പം അവർ അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബായ്.